അജിൻ്റെ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ചട്ടിനി ഉണ്ടാക്കി വെച്ചു, ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി വെച്ചു, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചോറ് വെച്ചു, പിന്നെ തോരൻ വെച്ചു. ഏട്ടൻ ഭക്ഷണം കഴിച്ചു, ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ മീൻ വറുത്തു, മുട്ട പുഴുങ്ങി, പഴം പുഴുങ്ങി, എല്ലാം പുഴുങ്ങി. എന്നിട്ട് കണ്ടോ, ഞാൻ ഇന്ന് കുളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. സാധാരണ കുളിക്കാറൊന്നുമില്ല, എന്നാലും മുടിയെങ്കിലും ഇരി കെട്ടാറുണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് 7 മണിക്ക് അടുക്കളയിൽ കയറിയതാണ് ഞാൻ. ഇതുവരെ എൻ്റെ പാചകങ്ങളോ ഒന്നും വീട്ടിലെ പണികളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് കൂടുതൽ പണിയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ ഏട്ടൻ പോവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കുക. ചായ പോലും കുടിച്ചത് ഞാൻ ഇപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എൻ്റെ എന്താ പറയുക, രാവിലെ ഒരു നടത്തോ ഒരു കറങ്ങലോ ഒക്കെ കഴിഞ്ഞിട്ടാണ്. എന്താണെന്നറിയില്ല, ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റതിന് ശേഷം ചെയ്ത പണികളാണ് ഇതൊക്കെ. 7 മണിക്ക് എണീറ്റ് നേരെ പല്ലിക്കുക, വേഗം അങ്ങോട്ട് കയറി. ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് പിന്നെ ഒരു ദിഗത്തക്കര ദിങ്കും ചിങ്കാന്ന് പറഞ്ഞിട്ട് പണികളങ്ങ് തുടങ്ങി. അയ്യോ, വല്ലാത്തൊരു അവസ്ഥയായിരുന്നുടോ, വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്താണെന്നറിയില്ല. കിളികളെ കണ്ടില്ല, പൂക്കളെ കണ്ടില്ല, സംസാരിച്ചില്ല, ആരോടും വേണ്ടിയില്ല, വർത്താനം പറഞ്ഞില്ല. ചേട്ടൻ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് നാളികേരം ചെരുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ചെരുക്കി തന്നു. മോട്ടർ അടിച്ചു കേട്ടോ, കണ്ടോ, മോട്ടർ അടിച്ച് വെള്ളമൊക്കെ എന്നു. അങ്ങനെ ഇന്നലെയാണെങ്കിൽ ചേട്ടൻ കുറച്ച് സാധനങ്ങൾ, പിന്നെ സർഫും ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണേ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു. ചേട്ടൻ്റെ കയ്യിൽ സാധനങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആളെന്നെ പറ്റിച്ച് കളഞ്ഞു, ഒന്നും വാങ്ങിച്ചു കൊണ്ടുവന്നില്ല എനിക്ക്. പുറത്തേക്ക് ഒന്നും വാങ്ങിച്ചു കൊണ്ടുവന്നില്ല, കഴിക്കാനായിട്ടൊന്നും വാങ്ങിച്ചു കൊണ്ടില്ല. സർഫും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇപ്പം പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഇനി അലക്കൽ തുടയ്ക്കൽ ഒക്കെ ഉണ്ട്. അലക്കാൻ വാഷിംഗ് മെഷീനിലേക്ക് തുണികൾ എടുത്തിട്ടിട്ടുണ്ട്. ഇവിടെ നിറച്ച് നമ്മുടെ ചെറ്റിപ്പൂ വീണ് കിടക്കാം കേട്ടോ. ഏട്ടൻ പൂവായി. അയ്യോ, ഒരു മിനിറ്റ് അടിച്ച ഉമ്മ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനത്തെ അടിക്കൽ തുടക്കലൊക്കെയാണ് പരിപാടികൾ. ചേട്ടാ ചേട്ടാ ഏട്ടനങ്ങ് പോയി. അമ്പലത്തിലെ തിരുമേനിയാണ്. ഞങ്ങളിവിടെ ഒരു തൊട്ട് അപ്പുറത്ത് ഒരു കടവിലെ ക്ഷേത്രമുണ്ട്. ഞങ്ങളങ്ങനെ പോകാറില്ല, തറവാട്ട് ക്ഷേത്രമാണെങ്കിലും നമ്മളിവിടെ ഗേറ്റങ്ങ് ലോക്ക് ചെയ്യാം. ഹലോ, നമ്മുടെ വീട്ടിലെടുത്ത ഇതൊക്കെ ഇങ്ങനെ നീണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ രസം. അവിടെ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ആയി. അങ്ങനെ അതും ഇതും എല്ലാം ഗംഭീരമാവുന്നുണ്ട്. കാറ്റുണ്ട്. ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പുറത്തെ വിശേഷങ്ങൾ കാണാൻ ഒരു സുഖം. അയ്യോ, ഇതാ കിളികൾ, ഇതാ എന്നെ വൈറ്റി ബ്ലാക്കി വരുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇന്നത്തെ. അവനെ എന്നെ അധികം വലിയ പരിചയമില്ല. ഡുണ്ടു എവിടെ? ഡുണ്ടു എവിടെ? അങ്ങനെ ഏട്ടൻ എത്തിപ്പോയി. ഏട്ടനോട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയിട്ടുള്ളൂ, വിളക്ക് വയ്ക്കാൻ പോകണേ ഉള്ളൂ. കുളികഞ്ഞ് വന്നിട്ട് ഇത് പട്ട, അവരുടെ തെങ്ങുമെന്ന് ഈ പട്ട മാത്രമേ ഉള്ളൂ, നാളികേരമില്ല കേട്ടോ. പട്ട മാത്രം വീണുകൊണ്ടിരിക്കും, നാളികേരമൊന്നും വീഴത്തില്ല. അങ്ങനെ ചേട്ടൻ ഗേറ്റ് അടച്ചു.
കൊണ്ടുപോയോ? വിളക്ക് വെക്കാറായി, ഞാൻ അകത്ത് കയറാ. 7 മണിയാവാറായി. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ച് താളം ചോട്ടാണ്. ചേട്ടൻ ആരാ? മകാൻ. എന്താ മകാൻ്റെ പോസ്? പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാർ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാൻ എന്തിട്ടാ വീഡിയോ പിടിച്ച് എന്താ നിൽക്കണേന്നൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ ചേട്ടൻ കുറച്ച് സാധനങ്ങൾ ഇന്നലെ മേടിച്ചത്, ഞങ്ങൾ വന്ന് മേടിച്ചതൊന്നും പോരാ, കുറച്ചും കൂടി വേണം. അപ്പോൾ കുറച്ച് സർഫും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കല്യാണിന്നാ മേടിക്കാം. കല്യാൺ ബ്രാൻഡാണ് ഞങ്ങൾക്ക് സർഫ് താല്പര്യം. അപ്പോൾ ഏട്ടൻ ഇത് മേടിച്ചു. ഇതാണ് ഈ സർഫാണ് ഞങ്ങൾ മേടിക്കാം. കല്യാൺ ബ്രാൻഡ് മതി. അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കുള്ളൂ. എന്തൊക്കെ സർഫ് ഇവിടെ ഉണ്ടെങ്കിലും വീണേനല്ല, എല്ലാം കൂടി ഇപ്പം തകർന്നേനെ. അപ്പോൾ ചേട്ടൻ വേറെ എന്തോ കൊണ്ടുവന്നുണ്ടോ? മേടിച്ചുണ്ടോ? അല്ല, ആകെ കൂടി നോക്കുന്നുണ്ട്. ചേട്ടൻ നേരത്തെ പിടിക്കാൻ പറഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് പിടിക്കാണ്ട് വെച്ചു. ഇത് 2 തരം മുട്ടയുണ്ട്. നാടൻ മുട്ടയുണ്ട്, പിന്നെ ഇന്ത്യൻ മുട്ട, ഈ വെസ്റ്റേൺ മുട്ടയുണ്ട്. ഇന്ത്യൻ മുട്ടയുണ്ട്, വെസ്റ്റേൺ മുട്ടയുണ്ട്, ഇന്ത്യൻ മുട്ടയുണ്ട്. അതായത് നമ്മളുടെ നാടൻ മുട്ട ചുമപ്പ്, പിന്നെ വെസ്റ്റേൺ മുട്ട. എവിടെ വെസ്റ്റേൺ മുട്ട? വെള്ള, പിന്നെ വെളുത്തുള്ളി. ഇതൊക്കെയാണ് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സോഫ്റ്റായിട്ട് അതിന് ഇഡ്ഡലിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ സോഫ്റ്റായിട്ട് 2 ഗ്ലാസ് ആയിരിക്കും, 1 ഗ്ലാസ് ഉഴുന്ന് എടുത്ത് അങ്ങ് ഉണ്ടാക്കി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയപ്പോൾ. ഞാൻ ഇനി ഇവിടെ കയറി നിന്ന് നോക്കട്ടെ. ഈ പറമ്പിൽ ഇവിടെ വന്നൊന്ന് നോക്കാണ്. ഇവിടെ ഒരു കൊല ഉണ്ടായിട്ടുണ്ട്, വാഴക്കുല കണ്ടോ? അങ്ങനെ ഇവിടെ ഒരു വാഴക്കുല ഉണ്ടായിട്ടുണ്ട്. അത് രസമുള്ള കാഴ്ചയാണ്. കൊപ്ര. ഈ വീട്ടിൽ വാടകയ്ക്കാരാണ് താമസിക്കുന്നത്. ഈ ഒരു വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് CBI താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ തെങ്ങിൻ്റെ പട്ടയുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഞങ്ങൾ ഇവർക്ക് പട്ടയും വിറകൊക്കെ കൊടുക്കാറുണ്ട്. ഈ വീട്ടിലുള്ളവർക്ക് ഞങ്ങൾ പട്ടയും വിറകൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ എടുത്ത സ്ഥലം. പക്ഷേ ഈ വീട്ടിൽ മറ്റേ അവിടെ ഇല്ല, ഇവർ ചേട്ടനും മനുഷ്യനാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ വിറകും ഇതെല്ലാം കത്തിക്കും. പക്ഷെ അനിയൻ്റെ ഭാര്യ അത് കത്തിക്കില്ലയോ. ആ കാരണം ഇപ്പോൾ കൊടുക്കാൻ പറ്റണില്ല. കാരണം ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പട്ടയും എല്ലാം ഇങ്ങനെ അവിടെ കൂട്ടിയിട്ടിരിക്കുക. ആവശ്യമുള്ളവർക്ക് വന്ന് എടുത്തു കൊണ്ടുപോകാം, ചോദിച്ചിട്ട് വരാമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആരും വന്നിട്ടില്ല ഇതുവരെ. എന്താണാവോ വരാത്തത്. വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. പൂക്കളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കനകാമ്പരവും എല്ലാം. ഇന്ന് പണികൾ കുറേ എടുത്ത് ഉള്ള പോലെയാണ്. പക്ഷെ ക്ഷീണമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. ഇനിയിപ്പോൾ തുണികൾ കഴുകണം, അത്രയൊക്കെ ഉള്ളൂ. തുണികളൊക്കെ കഴുകുന്ന കാറ്റ് കണ്ട, കാറ്റ് നല്ല കാറ്റ്. നമുക്ക് ഈ കാറ്റ് എന്താ പറയുക, കാറ്റ് ഇങ്ങനെ ഇത് രാവിലെ പുലർച്ചയ്ക്ക് ഞാൻ നടക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര രസമാണ് ഇങ്ങനെ. അപ്പോൾ എന്തോ ഒരു കുഞ്ഞു ചക്ക ഈണ് കിടക്കണ്, ഇതാക്കണ്ട ഒരു കുഞ്ഞു ചക്ക ഈണു കാറ്റത്ത് വീണതാവും. എന്താണോ കാറ്റത്ത് ചക്ക വീണ് പോയി. കൊന്നേമ ഇവിടെ കൊന്നമരുണ്ടെന്നുള്ളൂ. പക്ഷേ കൊന്നേമ ഒരു പൂ പോലും ഉണ്ടാവാറില്ല. എപ്പോഴെന്നറിയോ, ഇപ്പം ഉണ്ടാവും, മാർച്ചിലൊക്കെ ഉണ്ടാവും. വിഷുവിന് പൂ വയ്ക്കാണ് ഉണ്ടാവാറില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ ആട്ടേടോ. ഞാനീ പണികളൊക്കെ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ തുണികളൊക്കെ കഴുകിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകിയിടാം, ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ, ഈ നമ്മുടെ ഈ കനകാമ്പര കൂട്ടത്തിൽ വെച്ചിട്ട്. അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.